നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പൃഥുചരിതം എന്ന 18ാമത്തെ ദശകത്തിലെ പ്രഥമ ശ്ലോകം. ഈ ഒന്നാമത്തെ ശ്ലോകം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുദസവേന നാമാ തദ്ദോഷവ്യഥിതമതി സരാജവൈദ്യഃ ത്വത്പാദേ നിഹിതമനാഃ വനം ഗതോഭൂത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ജാതസ്യ ധ്രുവകുലേ ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുതഃ സഹ വേനനാമാ ത്വദ്ദോഷവ്യഥിതമതിഃ സഹ രാജവൈദ്യഃ ത്വത്പാദേ നിഹിതമനാഃ വനം ഗതഃ അഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഃ അംഗസ്യ വേനനാമാ സുതഃ വ്യജനി ത്വദ്ദോഷവ്യഥിതമതിഃ സഹ രാജവൈദ്യഃ ത്വത്പാദേ നിഹിതമനാഃ ശരണം ഗതഃ അഭൂത്. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ധ്രുവൻ്റെ വംശത്തിൽ തന്നെ വളരെ വിഖ്യാതനായ പ്രസിദ്ധനായ അംഗൻ എന്നു പേരുള്ള രാജാവുണ്ടായി. അദ്ദേഹം തൻ്റെ പുത്രനായ ദുഷ്ടപുത്രനായ ദുഷ്ടസ്വഭാവമുള്ള വേനൻ്റെ പ്രവൃത്തികളിൽ മനം നൊന്ത് അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ചു എന്ന് സാരം.